സംസ്ഥാനത്ത് സർവ്വസാധനങ്ങൾക്കും വില ഉയർന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാരണം. കാലാവസ്ഥാ വ്യതിയാനവും മറ്റൊരു കാരണമാണ്. തക്കാളിയുടെ വില 100 കടന്നു. സർക്കാരും ഹോർട്ടികോർപ്പും വിപണിയിൽ ഇടപെടുന്നില്ലെന്നും ആരോപണമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, എല്ലാത്തിനെയും തമിഴ്നാടിനെ ആശ്രയിക്കുകയാണ്. അവിടെ നിന്ന് സാധനങ്ങളുടെ വരവ് കുറഞ്ഞതോടെ, ലഭ്യത കുറഞ്ഞതോടെ കേരളത്തിൽ ഈ പച്ചക്കറി വില ഉൾപ്പെടെ റോക്കറ്റ് വില കുതിക്കുന്ന സാഹചര്യം. തക്കാളിക്ക് സെഞ്ചുറി കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, 100 കടന്നു എന്ന്. കാലാവസ്ഥ വ്യതിയാനം വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും ഇത് പൊതുജനങ്ങളെ, അപ്പോൾ തന്നെ കുടുംബ ബജറ്റിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവം ഉള്ള കാര്യം തന്നെയല്ലേ. മാർക്കറ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലാണ്. വലിയ രീതിയിലുള്ള വിലവർധനമാണ് ഇപ്പോൾ പച്ചക്കറിക്കും മറ്റ് അവശ്യ സാധനങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ പച്ചക്കറിയുടെ വിലയൊക്കെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും പച്ചക്കറികളൊക്കെ കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഉൽപാദനം കുറഞ്ഞു എന്നുള്ളതല്ല, പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനം അത് കാരണം പച്ചക്കറി പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായിട്ടൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവർ വലിയ രീതിയിൽ ഉയർന്ന വിലയ്ക്കാണ് ഈ സാധനങ്ങൾ കേരളത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ അത് വലിയൊരു വിലയ്ക്ക് സാധാരണക്കാരിലേക്ക് എത്തുന്നു. ഇനി ഇവർക്ക് സഹായകമാകേണ്ട ഹോർട്ടികോർപ്പ്, അവിടെയും വലിയ രീതിയിലുള്ള വിലവർധനമാണ്. സർക്കാരും അധികൃതരൊന്നും തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് മാർക്കറ്റിൽ, ചാല മാർക്കറ്റിലാണ് ഉള്ളത്. തക്കാളിയുടെ വില ഈ 100 രൂപയാണ് പൊതുവിപണിയിൽ അതിന്റെ വില. ഹോർട്ടികോർപ്പിലാണെങ്കിൽ 110 രൂപയാണ്. ആ രീതിയിലുള്ളൊരു വിലവർധനമാണ്. അമ്മ, ഈ പച്ചക്കറിക്കൊക്കെ വലിയ വിലയല്ലേ? വലിയ വില. നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ട്. സാധനങ്ങൾ എന്തൊക്കെയാ വാങ്ങിച്ചത്? ഉരുളക്കിഴങ്ങ്, വെള്ളരി, മാങ്ങ ഇതൊക്കെ വാങ്ങി. എത്ര രൂപയായി? 150 രൂപയായി. ഈ മാർച്ച് എല്ലാം കുറേ ചുറ്റുപൊരിച്ച. വലിയ രീതിയിലുള്ളൊരു വിലവർധനവ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വസ്തുവിനും, പച്ചക്കറി ഉൾപ്പെടെയുള്ള ഓരോ സാധനങ്ങൾക്കും വിലയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിലവർധനവ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ ഈ തക്കാളിക്ക് തന്നെയാണ്. ഇനി വെണ്ടയുടെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ പൊതുവിപണിയിൽ 60 രൂപയാണ്. സവാളയ്ക്കാണെങ്കിൽ 46 രൂപയാണ്. ഉള്ളി കിലോ 80 രൂപയാണ്. ക്യാരറ്റിന് 90 രൂപയാണ്. ബീൻസിന് 160 രൂപയാണ്. കോവയ്ക്കയ്ക്ക് 70 രൂപയാണ്. പച്ചമുളകിന് 120 രൂപയാണ്. മാങ്ങയിലേക്ക് വരുമ്പോൾ അത് 80 രൂപയാണ്. ആ രീതിയിലുള്ള ഒരു വിലവർധനവാണ്. ഇനി ഹോർട്ടികോർപ്പിലേക്ക് എത്തി സാധനങ്ങൾ, പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാം എന്ന് വെക്കുകയാണെങ്കിൽ അവിടെയും അതിനേക്കാൾ വലിയ ഒരു വിലയാണ്. അപ്പം സർക്കാരാണ് ഈ വിഷയത്തിൽ ഒരു അടിയന്തരമായിട്ടൊരു ഇടപെടൽ നടത്തേണ്ടത്. പക്ഷേ സർക്കാർ അത്തരത്തിലുള്ള യാതൊരു ഇടപെടലും നടത്തുന്നില്ല എന്നുള്ളതാണ്. ചേട്ടാ, തക്കാളിക്കൊക്കെ വലിയ വിലയാണ്? വലിയ വില, കിലോ 80 രൂപ ആ റേഞ്ചിലിരിക്കണേ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ട്, അത് അവർ ഉയർന്ന വിലയ്ക്കാണോ നൽകുന്നത്? മഴയായതുകൊണ്ട് സാധനങ്ങൾ വർത്ത് കുറവാണ്. അതുകൊണ്ടാണ് ഈ വിലയായത്. ഈ മഴ അവിടെ നിന്നാൽ മതി, ഇവിടെ സാധനങ്ങൾ വില കുറയും. അതേ ഏതായാലും ചില ആളുകൾ അതിനോട് ആ രീതിയിലല്ല പ്രതികരിക്കുന്നത്. ചേട്ടാ, ഈ വലിയ വിലയാണോ സാധനങ്ങൾക്കൊക്കെ? തക്കാളിക്കൊക്കെ വലിയ വിലയാണെന്ന് പറയുന്നത്. വലിയ വില എന്ന് പറഞ്ഞാൽ 80 രൂപ. അതൊരു വലിയ വിലയൊന്നും അല്ല. ചില സ്ഥലങ്ങളിൽ 100 രൂപയാണ്. ചില വേറെ വെളിയിലൊക്കെ 100 രൂപ ഉണ്ട്. ചാലയിൽ 80 രൂപയുള്ളൂ. ചാലയിൽ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ പുറത്തുള്ള വിപണിയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ 100 രൂപയാണ് വില. അതോടൊപ്പം തന്നെ മീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കും വില വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് പ്രധാനമായും മത്തി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കും കിലോയ്ക്ക് 300-ലധികം രൂപയാണ്. പച്ചക്കറികൾ ഒഴിവാക്കി ഒരു മീൻ കറിയോ അല്ലെങ്കിൽ ഒരു ചിക്കനോ വെക്കാം എന്ന് അങ്ങനെ തീരുമാനിച്ചാൽ, വീട്ടമ്മമാർ തീരുമാനിച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ട്രോളിംഗ് നിരോധനം കാരണം വലിയ രീതിയിൽ മീനിൻ്റെ ലഭ്യത കുറയുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ചിക്കൻ്റെ വിലയൊക്കെ കുതിക്കുകയാണ്. ഈ ഹോർട്ടികോർപ്പ് അത് വിപണിയിൽ കാര്യക്ഷമമായി ഇടപെടാത്തത്, കർഷകരിൽ നിന്ന് പച്ചക്കറി ശേഖരിച്ച് വിപണിയിലേക്ക് എത്തിക്കണം. അത് കർഷകർക്കും ആശ്വാസമാണ്, സാധാരണക്കാർക്ക് ആശ്വാസമാണ്. അങ്ങനെ ഒരു ഇടപെടൽ എത്രയോ കാലങ്ങളായി ഹോർട്ടികോർപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ മഴയും ഒപ്പം തന്നെ വിലവർധനവും, അവിടെ മഴ പെയ്യുന്നു എന്ന് പറയുന്നു, ഒപ്പം വിലവർധനവ് കാരണം പുറത്തുനിന്ന് പച്ചക്കറികൾ കൊണ്ടുവരാനാകുന്നില്ല എന്ന് പറഞ്ഞു. വിവിധ കാരണങ്ങൾ രശ്മി പറഞ്ഞതുപോലെ കച്ചവടക്കാരും പറയുന്നുണ്ട്. പക്ഷേ ഹോർട്ടികോർപ്പും സർക്കാർ എന്തുകൊണ്ട് കൈയും കെട്ടിയത് നോക്കി നിൽക്കുന്നു? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതെ, ഹോർട്ടികോർപ്പിന്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ സാധാരണക്കാർക്കൊരു സഹായം എന്നോണമാണ് ഈ ഹോർട്ടികോർപ്പൊക്കെ. കർഷകരിൽ നിന്നൊക്കെ നേരിട്ട് പച്ചക്കറി സംഭരിച്ചതിന് ശേഷം അത് വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഹോർട്ടികോർപ്പിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം. പക്ഷേ അവിടെയും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ പൊതുവിപണിയിൽ 100 രൂപയാണെങ്കിൽ ഈ ഹോർട്ടികോർപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു 10 രൂപ അധികമാണ് വാങ്ങിക്കുന്നത്. 110 രൂപ വിലയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അവിടെ ചെന്നും സാധാരണക്കാർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം
സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ചാലയിലൊക്കെ 1-2 കടകളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു 80 രൂപയൊക്കെ പറയുന്നത്. മറ്റ് കടകളിലൊക്കെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അത് വലിയ വില വർധനവ് തന്നെയാണ്. ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വില ആണ് എന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന പച്ചക്കറികൾക്ക് ഒരുപാട് വിലയൊന്നുമില്ല, 5 രൂപ 10 രൂപയുടെ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം വരുന്നത് ഈ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. വേണ്ടാണ്, അത് എല്ലാ പ്രാവശ്യവും ഉള്ളത് തന്നെ. മഴ ആകുമ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വരും, അതേ ഉള്ളൂ. മഴയാണ് ഇവരും പറയുന്നത്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് തന്നെ അവിടുത്തെ പച്ചക്കറികളൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഉൽപ്പാദനം കുറവൊന്നുമില്ല. അതാണ് ഈ രീതിയിലുള്ളൊരു വില വർധനവിന് കാരണം എന്നുള്ളതാണ്. ഈ രാവിലെ നമുക്ക് അറിയാം ചാല മാർക്കറ്റിലൊക്കെ വിപണി സജീവമായി വരുന്നതേ ഉള്ളൂ. ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാണ്. അത് തന്നെ എന്തേ ഇപ്പോൾ ഈ വിപണി സജീവമാകുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഈ ചാല മാർക്കറ്റിലേക്ക് ഉൾപ്പെടെ എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാത്രമല്ല സാധനങ്ങൾക്ക് വില കൂടിയതും മഴയും ഒക്കെ കാരണം ആളുകളും തിരക്കും ഈ ചാലയിൽ കുറവാണ്. സാധാരണ ഈ ഒരു ദിവസം രാവിലെ സമയങ്ങളിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തേണ്ടതാണ്. പക്ഷേ ഈ ഒരു വില കൂടുതലും മഴയും ഒക്കെ കാരണമാണ് ആളുകളുടെ എണ്ണത്തിൽ വരവിലൊക്കെ വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വില വർധനവ് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുകയാണ്. ഇനി മീൻ വാങ്ങിക്കാം എന്ന് വെച്ചാൽ മീനിന് വലിയ വിലയാണ്. ഇനി പച്ചക്കറിയിലേക്ക് പോകാം എന്ന് വെച്ചാൽ അവിടെയും ഈ ഒരു വില വർധനവാണ്. ഇതിൽ ഇടപെടൽ നടത്തേണ്ട സർക്കാരാണെങ്കിലും അധികൃതരാണെങ്കിലും ഹോർട്ടികോർപ്പ് ഉൾപ്പെടെ ഹോർട്ടികോർപ്പിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുവിപണിയേക്കാൾ കൂടുതൽ വിലയാണ് അവിടെയും ഉള്ളത്. ഏതായാലും സാധാരണക്കാർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നേരിടേണ്ടത്. ഇടപെടേണ്ട സർക്കാർ ഇത് കണ്ടിരുന്നു. ഹോർട്ടികോർപ്പിൽ സാധാരണ കമ്പോളത്തിനേക്കാളും വില വർധനവ് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. മാത്രമല്ല ചാലക്കമ്പോളം ഒഴിഞ്ഞു കിടക്കുന്നു. ഈ ഒരു സമയത്ത് ഇങ്ങനെയൊന്നുമല്ല, ഈ ഒരു തിരക്കൊന്നുമല്ല സാധാരണ നമ്മൾ കാണുന്നത്. മാത്രമല്ല ഈ കർഷകരുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർക്കും കുടിശ്ശികയിടുന്നൊരു സ്വഭാവം സർക്കാരിനുണ്ടല്ലോ. അങ്ങനെ കർഷകരും പെരുവഴിയിലാകുന്ന സാഹചര്യമാണ്. പക്ഷെ എന്തായാലും ഈ സർക്കാർ നിർണായക ഇടപെടൽ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ മഴയാണ്, ഒപ്പം തന്നെ വില വർധനവ്, അവിടെ നിന്ന് സാധനങ്ങൾ വരുന്നില്ല, ലഭ്യതക്കുറവ്, ഇതൊക്കെ പറഞ്ഞാലും കുറച്ച് നാളുകളായി ഇതിങ്ങനെ ക്രമമായി ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ സാധനങ്ങളുടെ എല്ലാം വില, അല്ലേ? തീർച്ചയായും അത്തരത്തിലാണ് ഈ സർക്കാർ ഈ ഒരു വിഷയത്തിൽ, അതായത് സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട വിഷയങ്ങളിൽ ഒന്നും തന്നെ ഇടപെടൽ നടത്താതെ മറ്റ് കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ. ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയുണ്ട്. നമുക്ക് ഈ സാധാരണക്കാർക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ പച്ചക്കറി മീനൊക്കെ വില കൂടുതലല്ലേ? എല്ലാ മീനും പച്ചക്കറി എല്ലാം ഭയങ്കര വിലയാണ്. നമുക്കൊന്നും വാങ്ങിച്ച് വീട്ടിലത്തേക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മഴ, ചില കടയിലോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെ ഈ തക്കാളിക്കൊക്കെയാണ് നേരത്തെ ഉള്ളതിനേക്കാൾ ഭയങ്കര വിലയാണ്. തക്കാളി, ബീൻസ്, എല്ലാ പച്ചക്കറിയും വിലയാണ്. നമുക്കൊരു സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ല. നമുക്ക് പാവപ്പെട്ടവർക്കൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല. സർക്കാരിൻ്റെ ഹോർട്ടികോർപ്പിലൊക്കെ പോയാൽ അവിടെ ഇതിനേക്കാളും വിലയാണ്. ഇപ്പം എല്ലായിടും വിലയാണ്. എല്ലാം ചീഞ്ഞു പോവുക. നമ്മളിന്നിപ്പോൾ സാധനം മേടിച്ചുകൊണ്ടൊന്ന് ഇട്ടേക്കും, ഇട്ടിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് അത്രയും ചീഞ്ഞു പോവുക. പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അമ്മ ഈ സാധനം പച്ചക്കറിയൊക്കെ ആണല്ലോ കിറ്റിൽ കാണുന്നത്, എങ്ങനെയുണ്ട് അമ്മ? വില എങ്ങനെയുണ്ട്? ഭയങ്കര വിലയാണ്. ഈ തക്കാളിക്കൊക്കെ നമ്മൾ പുറത്ത് ചെന്ന് വില ചോദിച്ചപ്പോൾ 100 രൂപയാണ്. ഇവിടെ 100 തന്നെ, 100 രൂപ. സാധാരണക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല. മീനാണെങ്കിൽ മീൻ വാങ്ങിക്കാന്ന് വെച്ചാൽ മീനും ഭയങ്കര വിലയാണ്. ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഗതിയായി. പയറ് വർഗ്ഗങ്ങൾക്ക് അതിനും പയറും വില തന്നെ, പാവയ്ക്കയും വില തന്നെ. അമ്മ എന്താ വാങ്ങിച്ചത്? പച്ചക്കറിയാണ്. പയർ വാങ്ങിച്ച്, പാവയ്ക്ക വാങ്ങിച്ച്, തക്കാളി വാങ്ങിച്ച്, മുളക് വാങ്ങിച്ച്, എല്ലാം വാങ്ങിച്ച്. വില തന്നെ, വില കൂടുതൽ. എത്ര രൂപയായി? ഇതാ ഇത്രയും മലക്കറി തന്നെ 10,000 രൂപയായി. ദിവസത്തിന് ശേഷമായിരിക്കും ഇല്ല, നമുക്ക് മലക്കറി കൃഷിയുണ്ട്. അപ്പോൾ കീരയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കച്ചവടത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. അല്ലെങ്കിൽ 500 രൂപ 600 രൂപയ്ക്ക് വാങ്ങിക്കണം. ഇപ്പം 1000 1200 രൂപയാകും. അതാണ് ഈ അമ്മ പച്ചക്കറി വിൽക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം സാധാരണ ഇവിടെ വന്ന് പച്ചക്കറി വാങ്ങുന്ന സമയത്ത് അതിലൊരു 500 രൂപ കൊടുത്താണ് വാങ്ങുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചത് 1500ഓളം രൂപയായി. അതാണ് ഒരു മീഡിയം സൈസ് കിറ്റാണ്, നമ്മളത് കാണുന്നുണ്ട്. അത് ഈ അവർക്കുള്ള ഈ ചീരകൃഷിക്കൊക്കെ ഒപ്പം കൊണ്ട് വെച്ച് വിൽക്കാൻ ആണ് ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചത്, പച്ചക്കറികൾ വാങ്ങിയത് എന്ന് പറയുമ്പോൾ 1500 രൂപ. രശ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ, ആ വീട്ടമ്മ സൂചിപ്പിച്ചതുപോലെ, അവർ പുറത്തിത് കൊടുത്താൽ എത്ര രൂപയ്ക്ക് കൊടുത്താൽ ഇത് ലാഭം കിട്ടും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ വാങ്ങിച്ച പണത്തിനെങ്കിലും മുതലാകും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും വില കൂടുതൽ, അവർക്ക് അങ്ങനെ വില കൂട്ടി തന്നെ കൊടുക്കേണ്ടി വരില്ലേ?
തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം നമുക്ക് ഈ പച്ചക്കറിയൊക്കെ കാണാം, ഇവിടുത്തെ ഈ പച്ചക്കറി മാർക്കറ്റിലേക്കൊക്കെ ഈ നോക്കുകയാണെങ്കിൽ ഓരോ കടയുടെ ഫ്രണ്ടിലും ഇത് ഒഴിഞ്ഞു കിടക്കുന്നത്. സാധാരണ നമ്മൾ ഈ ചാലയിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്ര തിരക്കാണ് നമുക്ക് സാധാരണയായിട്ട് ഉള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അത്ര കണ്ട് ആളുകളൊന്നും ഇല്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സാധനം വാങ്ങിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു വീട്ടമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ എന്താണ് സാഹചര്യം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. 1-2 കടക്കാർ പറയുന്നു ഈ കിലോയ്ക്ക് തക്കാളിക്കൊക്കെ 80 രൂപയാണെന്നുള്ളത്. പക്ഷേ വാങ്ങുന്നവർ കൃത്യമായി കാര്യം പറയുന്നുണ്ട്. കാരണം അവർ പറയുന്നത് 100 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. പൊതുവിപണിയിൽ വലിയ രീതിയിൽ വിലയാണ്. സാധാരണ അവരിവിടെ വന്ന് ഈ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ 500 രൂപയായിരുന്നു. ഇന്നിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് 1500 രൂപ കൊടുത്താണ്. കാരണം അത്രത്തോളം വ്യത്യാസമുണ്ട്. അതും വളരെ കുറച്ച് പച്ചക്കറി, അതായത് അമ്മയുടെ കയ്യിലൊരു ചെറിയ കിറ്റാണ് ഉണ്ടായിരുന്നത്. ആ കിറ്റിലുള്ള പച്ചക്കറി വാങ്ങിക്കുന്നതിനാണ് ഈ 1500 രൂപ ആയിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരെല്ലാം വലിയ ബുദ്ധിമുട്ട്. ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയല്ലേ? രക്ഷയില്ല, ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. പിന്നെ അത് എല്ലാ സാധനത്തിനും വില കയറി കിടക്കുക. ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പം എന്താ ജീവിക്കാനും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ മീനും ഈ സമാനമായ രീതിയിൽ വിലയാണ് പച്ചക്കറിക്ക് പുറമെ. പച്ചക്കറി എന്ന് മാത്രമല്ല, മീൻ, ഉണക്ക മീൻ ഒന്നും മാർക്കറ്റിൽ വരുന്നില്ല. ഇപ്പം തന്നെ ഇഞ്ചി കണ്ടില്ലേ, 200 രൂപ 1 കിലോ ഇഞ്ചി. തക്കാളി 80 രൂപ 90 രൂപ. എങ്ങനെയാണ് വാങ്ങിക്കി കഴിക്കുന്നത്? ഇത് ചാല ചില കടയിലുള്ള 80, നമ്മൾ പുറത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ 100-120 രൂപ. ക്വാളിറ്റി കുറയുമ്പോൾ അതിനനുസരിച്ച് വിലയും കുറയും. അതുകൊണ്ട് എന്താ കാര്യം? നല്ല സാധനം വേണമെന്നുണ്ടെങ്കിൽ അതിന് വില കയറി കൊടുക്കണം, അത്ര തന്നെ. ഇതാണ് ഈ വാങ്ങുന്ന ആളുകളൊക്കെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്രത്തോളം ഒരു വിലക്കയറ്റം അത് വലിയ രീതിയിൽ സാധാരണക്കാരെ ബാധിക്കുന്നു. അവർ മീൻ വാങ്ങുന്നില്ല. പച്ചക്കറി ഏതെങ്കിലും ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് തന്നെ മീനിന്റെ ലഭ്യത കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന വിലയ്ക്കാണ് മീൻ വിൽക്കുന്നത്. കിലോ മത്തിക്ക് ഉൾപ്പെടെ 300 രൂപ കടന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് ആളുകളുടെ പ്രതികരണം തേടാൻ മാത്രമേ ലക്ഷ്മി കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചാല മാർക്കറ്റ് വളരെ സജീവമായി രാവിലെ വലിയ തിരക്കൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ വളരെ കുറച്ച് പേരുടെ പ്രതികരണങ്ങളെ കിട്ടിയുള്ളെങ്കിലും ഈ പ്രതികരിച്ചവരെല്ലാം തന്നെ ജീവിക്കാൻ വലിയ പാടാണ് എന്നൊക്കെ അങ്ങനെ ഒറ്റവാചകത്തിൽ ഒതുക്കുന്ന അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം. മാത്രമല്ല, കമ്പോളത്തിനേക്കാൾ കൂടുതൽ വില ഹോർട്ടികോർപ്പിൽ ഈടാക്കുന്നു എന്നൊരു വിരോധാഭാസവും സർക്കാർ ഈ വിപണിയിൽ കൃത്യമായി നിർണായകമായ ഇടപെടൽ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചാലക്കമ്പോളത്തിൽ നിന്ന് രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.